Hello, welcome back to my channel and I'm your Nisha Davis. അപ്പോൾ എനിക്ക് കുറച്ചധികം പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, പിന്നെ എൻ്റെ വാട്സാപ്പ് ത്രൂ കുറേ പേര് കണക്ട് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. എൻ്റെ ചാനൽ അത്ര പേരിൽ എത്തുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. മോസ്റ്റ് ഒരു 80% ഡിഗ്രി കഴിഞ്ഞവരാണ് കേട്ടോ മെസ്സേജ് അയച്ചത്. ബാലൻസ് ഒരു 20% ആണ് +2 കഴിഞ്ഞവർ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. ചിലർ PG നോക്കുന്നവരാണ്, ചിലർ ഡിഗ്രി നോക്കുന്നവരാണ്. അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റിയൊരു ഡിഗ്രി ഏതാണെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, കുറച്ച് മുന്നാന്ന് തോന്നുന്നു, ഇതൊന്നല്ല, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ അത് എടുക്കാം, ഇഷ്യൂ ഒന്നുമില്ല. ജസ്റ്റ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. പക്ഷെ അത് നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ അതിലൊരു ഡിഫിക്കൽട്ടി ഉള്ളത് അതാണ്. എക്സാം എഴുതണമെങ്കിലും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ക്ലാസ്സസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തമിഴ്നാട്ടിൽ പോകേണ്ടി വരും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ഇന്ന സ്ഥലം എന്നില്ല, തമിഴ്നാട്ടിൽ ഏതാണുള്ള സെൻറ്റർ ആ സെൻറ്ററിലായിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നതായിരിക്കാം. കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനത്തേലൊക്കെ നോക്കാം. അതല്ലാതെ കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി, UG ഓർ PG ഏതെങ്കിലും ഒരു ഡിഗ്രി, അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനത് ഇന്ന് പറയുന്നത്. ഓക്കെ, സോ അമൃത യൂണിവേഴ്സിറ്റി ഓൺലൈനായിട്ട് UG PG പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റഡ് ആണ്, അപ്പം അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ മെയിൽ ID എനിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അതിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൽ ത്രൂ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് onlineamrita.com എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിൽ നമുക്ക് കാണാൻ പറ്റും UG പ്രോഗ്രാംസും PG പ്രോഗ്രാംസും. ഓക്കെ, UGയിൽ BCA, BBA, BCom. BBAയിൽ തന്നെ 3 സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. BBA ഫിൻടെക്, BBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, BBA ഡാറ്റ അനാലിറ്റിക്സ്. BComൽ 2 വരുന്നുണ്ട്. BCom വിത്ത് ടാക്സാക്ഷൻ ആൻഡ് ഫിനാൻസ്, അതിൽ CA സബ്ജക്റ്റും ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ACCA. ഓക്കെ, PG കോഴ്സസ് ആണെങ്കിൽ MBA വരുന്നുണ്ട്. MBAയിൽ കുറേ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. MBA AA വരുന്നുണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഉണ്ട്, ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഓപ്പറേഷൻ HR ഉണ്ട്. MCom ഉണ്ട്. MComലും അങ്ങനെ എലക്ടീവ്സും സ്പെഷ്യലൈസേഷൻസും വരുന്നുണ്ട്. പിന്നെയാണ് MCA. ഞാൻ കൂടുതലും സംസാരിക്കാൻ പോകുന്ന ഈ ഒരു MCA കോഴ്സിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതലും സംസാരിക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കരിയർ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞാൽ കരിയർ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. യു ക്യാൻ ഗോ ഫോർ PG, റൈറ്റ്? അപ്പോൾ PGക്ക് പോകണമെങ്കിൽ റെഗുലർ ആയിട്ട് പോകണമെന്നില്ല. ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിലും കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനായിട്ടും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. ആൻഡ് ഓൾസോ ഈ ഒരു ഓൺലൈൻ ഡിഗ്രി, അമൃത യൂണിവേഴ്സിറ്റി എന്ന് വരുന്ന ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ഓഫ്ലൈൻ ഡിഗ്രിക്കും ഇക്വലൻ്റ് ആണ്. ഇറ്റ്സ് ഇക്വലൻ്റ് ടു ഓഫ്ലൈൻ ഡിഗ്രി ഓൾസോ. ഓക്കെ, സോ ഇതിൽ MCAയിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ഏതാ കൊടുക്കുന്നത്, AI, ഡാറ്റ സയൻസ്, അങ്ങനത്തെ റിലേറ്റ് ചെയ്തിരുന്ന കോഴ്സുകളാണ് കൂടുതലും ഇപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ ഇതിലിവിടെ നോർമൽ MCA ഉണ്ട്. നോർമലി നമ്മൾ MCA റെഗുലർ ആയിട്ട് പഠിക്കലോ ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നുണ്ടായിരിക്കുക. ഇത് ഓൺലൈൻ ആയിട്ടാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ MCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, MCA സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ AA സൈബർ സെക്യൂരിറ്റി, അതിൽ സിലബസിലാണ് വ്യത്യാസം വരുന്നത്, പിന്നെ ഫീസിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോർമൽ MCAയുടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഈ മാർച്ച് 26 വരെയാണ് ഡേറ്റ് ഉള്ളൂ ഈ അപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഈ ഏപ്രിലിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ മാർച്ച് 26 വരെയാണ് ഇപ്പോൾ ഡേറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഫൈനൽ ഡെഡ് ലൈൻ അന്നാണ് വരുന്നത്. ഫൈൻ. അപ്പോൾ ഇതിൽ 2 to
4 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നുണ്ടായിരിക്കുക MCAക്ക്. അതിൽ നമുക്ക് AI സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം നോർമൽ MCA മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 26th ആണ് ഡെഡ് ലൈൻ. ഇതിൽ റെഗുലർ ആയിട്ടുള്ള MCA പ്രോഗ്രാമിൻ്റെ സെയിം സിലബസ്, സെയിം പാറ്റേൺ, സെയിം കണ്ടന്റ്, സെയിം വാലിഡിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വാലൻ്റ് ആണ്, സർട്ടിഫിക്കേഷനൊക്കെ ഇക്വാലൻ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് കരിക്കുലം വരുന്നുണ്ടായിരിക്കാം. നോർമൽ MCAയുടെ സിലബസ് തന്നെയാണ് ഇതിൽ വരുന്നുണ്ടാവുക. അതിൽ എലക്ടീവ്സും കുറച്ച് വരുന്നുണ്ടാവും കേട്ടോ. സെമസ്റ്റർ 4 എലക്ടീവ്സ്, ഇതൊക്കെയാണ് എലക്ടീവ്സിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, എലക്ടീവ്സ് നിങ്ങൾക്ക് ഓരോ സെമ്മിലും എലക്ടീവ്സ് ഏതിനാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു സെമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലക്ടീവ് ചൂസ് ചെയ്യാം. ഏത് എലക്ടീവാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് +2 വേണം, ഡിഗ്രി വേണം. ഡിഗ്രിയിൽ ഒരു മാത്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി മിനിമം 2 ഇയേഴ്സ്, മാക്സിമം 4 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ടായിരിക്കാം. അഡ്മിഷൻ പ്രോസസ്സ് സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഫീസ് വരുന്നത്, MCAയുടെ ഫീസ് വരുന്നത് 35,000 ആണ് പെർ സെമസ്റ്റർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അയ്യോ ഫീസ് കൂടുതലാണല്ലോ, കാലിക്കറ്റിൽ ബിഗ്നൂരിലൊക്കെ ഫീസ് കുറവാണല്ലോ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തീരെ കുറവാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ സർട്ടിഫിക്കേഷൻ്റെ വാലിഡിറ്റി, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് വരുന്നുണ്ടാവുക. ഇത് റെഗുലർ MCA തന്നെയാണ്, പക്ഷെ ഇത് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നു മാത്രം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. EMI ത്രൂ, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ 0 കോസ്റ്റ് EMIയിൽ നിങ്ങൾക്ക് അത് പേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും. അത് 1 സെക്കൻഡ് ഞാൻ എടുത്തരാം. കണ്ടോ, ഇതാണ് സ്കോളർഷിപ്പിൻ്റെ എലിജിബിലിറ്റി. നിങ്ങൾക്ക് UGക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ 60 above% ഉണ്ടെങ്കിൽ 10% സ്കോളർഷിപ്പ് കിട്ടും. അതേപോലെ തന്നെ വുമൻസിന് ഒരു 10% സ്കോളർഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ കാറ്റഗറിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഡിസ്കൗണ്ട്, ഫീസിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു എക്സാമിനേഷൻ ഫീസ് 2,500 കൂടി ഉണ്ടായിരിക്കും. ഇനി ഞാൻ MCA AA വരാം. 26th ആണ് ഡെഡ് ലൈൻ, മറക്കരുത്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. കരിക്കുലം എടുക്കാം. ഇതിൽ ഫസ്റ്റ് സെമ്മ്, ഇതാണ് ഫസ്റ്റ് സെമ്മിൽ സിലബസ് വരുന്നത്. ഫസ്റ്റ് സെമ്മിൽ എലക്ടീവ്സ് ബൈ ഡീഫോൾട്ട് ആയിട്ട് അവർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് സെമ്മിൽ വരുന്നുണ്ടായിരിക്കുക, ഒരു മിനിറ്റ്, ഓക്കെ. ഫസ്റ്റ് സെമ്മിൽ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, മാത്സ് ഉണ്ട്, എസെൻഷ്യൽ ഫോർ സൈബർ സെക്യൂരിറ്റി ഉണ്ട്, AI ആണ് കേട്ടോ അത്. പിന്നെ വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ വരുന്നുണ്ടായിരിക്കും. അല്ല, അത് MCAയുടെ ആണ്. 1 സെക്കൻഡ്, MCA അത് MCA, നമ്മളിപ്പോൾ MCA AA അല്ല പറയുന്നത്. ഓക്കെ, പിന്നെ എലക്ടീവ് 1 ആയിട്ട് വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. AIയും ഡാറ്റാ സയൻസ് സ്ട്രീമൊക്കെ കൂടി വരുന്നുണ്ടായിരിക്കും. എലക്ടീവ് 2 ആയിട്ട് വരുന്നുണ്ടായിരിക്കും NLP ആണ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആയിരിക്കും. എലക്ടീവ് 3 വരുന്നുണ്ടായിരിക്കും ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ ആണ് വരുന്നുണ്ടാവുക. ഇങ്ങനെ 3 എലക്ടീവാണ് സെമസ്റ്റർ 1 ഉണ്ടാവുക. അത് ബൈ ഡീഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സെമസ്റ്റർ 2 ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാം ഏത് എലക്ടീവ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സെമസ്റ്റർ 4 ഒരു പ്രൊജക്റ്റും ഒരു എലക്ടീവും കൂടി വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് എലക്ടീവ്സ് വരുന്നുണ്ടാവുക AIയുടെ. ഫൈൻ. ഇനി ഇതിൽ ഫീസ് വരുന്നത് ഫസ്റ്റ് സെമ്മിൽ 45,000 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് EMI ആയിട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്കോളർഷിപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫീസ് കുറവും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് 50,000 ആയിരിക്കും നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ടാകാം. അതുവരെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത് ഫസ്റ്റ് സെമ്മിൻ്റെ ആണ്. സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിലത് ഒരു എക്സാമിനേഷൻ ഫീസ് 2,500 വരുന്നുണ്ടായിരിക്കും. ഫൈൻ. ഇനി
ഒരു മിനിറ്റ്. ഓക്കെ, കരിക്കുലം, അഡ്മിഷൻ പ്രോസസ്സ്, പ്രോഗ്രാം ഫീസ്. സിമിലർലി MCA സൈബർ സെക്യൂരിറ്റിയും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇതിൽ സിലബസുകളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ നോക്കാം. ദെൻ ഫീസ് ഇതിലും അതെ, ഫീസ് വരുന്നത് എത്രയായിരിക്കും? 45,000 ആണ് ഫസ്റ്റ് സെമിൽ. സെക്കൻഡ് സെമിസ്റ്റർ ഓൺവേർഡ്സ് 50,000 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിലത് നിങ്ങൾക്ക് EMI ത്രൂ പേ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇതൊന്നുമില്ല, ഐ മീൻ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്യാം. ഇനി ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ്സസ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക വീക്കെൻഡ്സിലായിരിക്കും. സാറ്റർഡേസ് ആൻഡ് സൺഡേസിലായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ് വരുന്നുണ്ടാവാം. പക്ഷെ അത് ക്ലാസ് പഠിപ്പിക്കലാവില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും അറിയോ, റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വീക്കിലി കുറേ റെക്കോർഡഡ് സെഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പഠിക്കാം. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കാം. റെക്കോർഡഡ് സെഷൻസും ബുക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ പഠിക്കാം. അതിനുശേഷം അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, ആ ഡൗട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡ്സിൽ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ രീതിയിലാണ് മെയിനായിട്ടും എന്ത് വരുന്നുണ്ടായിരിക്കുക, ഈ ഒരു ക്ലാസ്സുകൾ പോകുന്നുണ്ടായിരിക്കുക. അതേപോലെ എക്സാംസും വരുന്നത് എപ്പോഴായിരിക്കും? വീക്കെൻഡ്സിലായിരിക്കും എക്സാംസും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അതല്ല നിങ്ങൾക്കിപ്പോൾ വീക്ക് ഡേയ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബൈ ഡീഫോൾട്ടായിട്ട് വീക്കെൻഡ്സിലാണ് എക്സാം വരാം. അതല്ല നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ പറ്റില്ല, വീക്ക് ഡേയ്സിലാണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സാംസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എക്സാംസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഇപ്പം നമ്മൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമലി കാലിക്കറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നേരിട്ട് പോയിട്ട് എഴുതണം. ഇത് പക്ഷെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എക്സാംസിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും, ലാബുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ ഉണ്ട്. ഇനി ഓൺലൈൻ ആയതുകൊണ്ട് ഈ ഡിഗ്രി വാലിഡ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഓൺലൈൻ ഡിഗ്രി അങ്ങനെ അക്സെപ്റ്റബിൾ ആണോ? ഇത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ് വരുന്നത്. ഇതിൽ ഇവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരു നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന MCA അല്ലെങ്കിൽ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, ഇതിൽ കൊടുത്തു നോക്കുന്ന UG PG ഡിഗ്രി ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഡിഗ്രിക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ഡിഗ്രിയാണ് ഇത് വരുന്നത്, UG PG ഇൻ അമൃത യൂണിവേഴ്സിറ്റി, അമൃത വിശ്വവിദ്യാപീഠം. ഓക്കെ, അപ്പോൾ ഇനി April 9th തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് March 26 ആണ്. ഇന്നിപ്പോൾ March 22 ആയിട്ടുണ്ട്. 26 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, 0 കോസ്റ്റ് EMI നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു ഇയർ വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇപ്പം തന്നെ എത്രയായി, 2025 ആയില്ലേ. അപ്പം ഇപ്പം നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് 2026, 2027 ആയിരിക്കും ഇത് കഴിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇയറുകൾ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ വർഷങ്ങൾ കഴിയും. അപ്പം നമ്മൾ PG ചെയ്തില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവരുത്. അങ്ങനെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ കുറേ ഗ്യാപ്പ് വന്നു, PG ചെയ്യാൻ പറ്റിയില്ല എന്ന രീതിയിൽ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.